അതിലൊന്ന് തിബൌട്ട് കോർട്ടോയിസ്, റൊമേലു ലുക്കാക്കു. ബെൽജിയത്തിന്റെ സുവർണ തലമുറയെ ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിച്ച ഈ ഇതിഹാസങ്ങളുടെ ലോകകപ്പ് യാത്ര സ്പെയിനെതിരായ പോരാട്ടത്തോടെ അവസാനിച്ചിരിക്കുകയാണ്. കിരീടം സ്വന്തമാക്കാനായില്ലെങ്കിലും അവസാന ശ്വാസം വരെ പൊരുതിയ അവരുടെ പോരാട്ട വീര്യം ചരിത്രമെന്നും ഓർക്കുക തന്നെ ചെയ്യും. ഓരോ തലമുറയുടെ സ്വപ്നങ്ങൾക്കും ഒടുവിലൊരു അവസാന വിസിലുണ്ടാകും. സ്പെയിനിനെതിരായ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിലെ തോൽവിയോടെ ബെൽജിയത്തിന്റെ സുവർണ തലമുറ ലോകകപ്പ് വേദിയോട് വിട പറഞ്ഞു. ഓരോ കിരീടവും നേടാനായില്ലെങ്കിലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിൽ ബെൽജിയത്തെ ഏറ്റവും ശക്തരായ ടീമുകളെന്നാക്കി മാറ്റിയ താരങ്ങളുടെ യാത്രയ്ക്കാണ് ഇവിടെ തിരശീല വീണത്. തിബൌട്ട് കോർട്ടോയിസ്, ബെൽജിയത്തിന്റെ കോട്ടവാതിൽ കാത്ത കരുത്ത്. ബെൽജിയത്തിനായി 100-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച കോർട്ടോയിസ് 4 ലോകകപ്പുകളും നിരവധി യൂറോ കപ്പുകളും കളിച്ച വിശ്വസ്തനായ കാവൽക്കാരനാണ്. 2018 ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലൗ നേടിയ അദ്ദേഹം 2026 ലോകകപ്പിലും 5 മത്സരങ്ങളിൽ 3 ക്ലീൻ ഷീറ്റുകളുമായി ടീമിന് രക്ഷകനായി. സ്പെയിനിനെതിരായ അവസാന മത്സരത്തിലും നിരവധി മികച്ച സേവുകളിലൂടെ അവസാന നിമിഷം വരെ ബെൽജിയത്തിന്റെ പ്രതീക്ഷ നിലനിർത്താൻ കോർട്ടോയിസിന് സാധിച്ചു. മുന്നേറ്റ നിരയിൽ റൊമേലു ലുക്കാക്കു, ബെൽജിയത്തിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ. ദേശീയ ടീമിനായി 100-ലേറെ മത്സരങ്ങളിൽ നിന്ന് 90-ലധികം ഗോളുകൾ നേടിയ ലുക്കാക്കു 4 ലോകകപ്പുകളിലും ബെൽജിയത്തിന്റെ പ്രധാന ആക്രമണ ശക്തിയായിരുന്നു. കരുത്തും വേഗതയും ചേർന്ന അദ്ദേഹത്തിന്റെ മുന്നേറ്റങ്ങൾ വർഷങ്ങളോളം എതിരാളികൾക്ക് തലവേദനയായി. അവസാന ലോകകപ്പ് മത്സരത്തിലും അതേ പോരാട്ടവീര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ലോകകപ്പ് കിരീടം മാത്രം അവരുടെ കൈകളിലെത്തിയില്ല. പക്ഷേ ബെൽജിയൻ ഫുട്ബോളിന്റെ ചരിത്രം എഴുതുമ്പോൾ ഈ തലമുറയെ പരാജയപ്പെട്ടവരായല്ല, മറിച്ചൊരു രാജ്യത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ഉയരം നൽകിയവരായാണ് ചരിത്രമോർക്കുക. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.